ഞാൻ സിദ്ദിഖ് തിരുവണ്ണൂർ. ഞാൻ കഴിഞ്ഞ 15 വർഷമായി കോഴിക്കോട് ജില്ലയിൽ കിച്ചൺ ഗാർഡൻ അടുക്കളത്തോട്ടം ഉണ്ടാക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ 150-150 സ്ഥലങ്ങളിൽ ഇതിൻ്റെ ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൊടുത്ത് ഇരിക്കുമ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാകുന്നത്. എല്ലാ വീട്ടിലും അടുക്കള വേസ്റ്റ്, അടുക്കളയിൽ ഉണ്ടാകുന്ന നമ്മുടെ കിച്ചൺ വേസ്റ്റുകൾ ആളുകളൊക്കെ ഒന്നുകിൽ വലിച്ചെറിയാണ്, അല്ലെങ്കിൽ അതൊന്നുമല്ലാത്ത രീതിയിലേക്കോ നായകളൊക്കെ വന്ന് പെരുകുന്ന രീതിയിലേക്ക് മാറുകയാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് നമ്മളോട് പറയുന്നുണ്ട് ഉറവിട മാലിന്യ സംസ്കരണം ഓരോ വീട്ടിലും നമ്മൾ കൃത്യമായി നടത്തണം എന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയും ഏറ്റവും നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഇനോക്കുലം നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാവുകയും ചെയ്തു. അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു. അങ്ങനെ ആ ഒരു ഇനോക്കുലം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകത വളരെ സിമ്പിളായിട്ട്, ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഇനോക്കുലം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് അടുക്കള വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുക്കള വേസ്റ്റ് ഒഴിവാക്കുക എന്നതിനേക്കാളൊക്കെ ഉപരി അതിൽ നിന്ന് കിട്ടുന്ന നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ആ പ്രൊഡക്റ്റ് ഏറ്റവും വൈവിധ്യമാർന്നതും മറ്റൊരു വളവും ആവശ്യമില്ലാതെ നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അത്ര മനോഹരമാണത്. അത്രയും കണ്ടന്റുള്ള, അത്രയും വളത്തിൻ്റെ ഒക്കെ കണ്ടന്റ് ഉള്ളതാണ്. വളരെ സിമ്പിളായിട്ട് ഞാനൊന്ന് പറഞ്ഞു പോകണം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്കറിയാം ഗവൺമെന്റ് പല സ്ഥലത്തും ബിന്നുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, പല ബിന്നുകളും കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇല്ലാത്ത ആളുകൾക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അത് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഒരു ബക്കറ്റാണ്. നമുക്ക് ഏത് തരത്തിലുള്ള ബക്കറ്റ് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 50 ലിറ്ററിന്റെ ബക്കറ്റ്. ഒരു വീട്ടിലേക്ക് ഒരു മാസത്തേക്ക് ധാരാളം മതി, അത്ര ആവശ്യമുള്ളൂ. ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങനെ ഒരു ബക്കറ്റ് എടുക്കുക. ആ ബക്കറ്റിന്റെ ഏറ്റവും അടിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഹോൾഡർ ഇടുന്നത് എന്തിനാ വെച്ചാൽ നമുക്ക് അതിന്റെ വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതുപോലെ ചെറിയൊരു നെറ്റ്, നമുക്ക് മറ്റുള്ള വേസ്റ്റുകളൊന്നും പോകാത്ത രീതിയിലേക്കുള്ള ഒരു നെറ്റ്. അപ്പോൾ ഈ നെറ്റ് നമ്മൾ ഇതിന്റെ അടിയിൽ വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു ബക്കറ്റ് എന്തെങ്കിലും ഒന്ന് എടുക്കുക, അത് ഇതിന്റെ അടിയിൽ വെക്കുക. എന്ന് വെച്ചാൽ നമുക്ക് വേസ്റ്റ് വെള്ളം നമുക്ക് പോകാതെക്കാൻ വേണ്ടിയിട്ടാണ്, വേസ്റ്റ് വെള്ളം ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ വരുന്ന വേസ്റ്റ് വെള്ളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിയിലേക്ക് അത് ഊറി അത് കൃത്യമായിട്ട് അതിലേക്ക് പോകും, ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ആരും ശ്രദ്ധിക്കാത്ത വലിയൊരു ഘടകമാണ്. 2 കാര്യമാണ് ഇങ്ങനെ ഉണ്ടാകുന്ന കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, നമുക്ക് ഇതിൽ വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടാവാൻ പാടില്ല. വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ സ്മെല്ല് വരും, അതുപോലെ പുഴു വരും. ഇത് രണ്ടും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, ആരും പിന്നെ എന്ത് ചെയ്യില്ല, ഇങ്ങനത്തെ ഏർപ്പാടിനെ നിൽക്കില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതുപോലെയുള്ള ഒരു ബാസ്ക്കറ്റ് എടുക്കുക. നമ്മുടെ വീട്ടിൽ നമ്മൾ ഏകദേശം ഒരു 6 മണി മുതൽ നമ്മുടെ അടുക്കള ഓപ്പൺ ആവില്ല അല്ലേ. 6 മണി മുതൽ നമ്മൾ അടിയുന്ന എല്ലാ വേസ്റ്റുകളും, പച്ചക്കറികളും മീനായാലും കോഴി എന്തൊക്കെ വേസ്റ്റുകളുണ്ടോ അടുക്കള വേസ്റ്റ് കംപ്ലീറ്റ് ഇതിലിട്ട് വെക്കുക. ഉച്ച ആകുമ്പോഴത്തേക്ക് ഇതിലൂടെ എല്ലാ വെള്ളം എന്ത് ചെയ്യും, വാർന്നു പോകും. അപ്പോൾ ഇത് ഡ്രൈ ആയി മാറും. ഈ ഡ്രൈ ആയി മാറുന്നതാണ് നമ്മൾ ഇതിലിടേണ്ടത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. 2 കാര്യം മാത്രമേ കമ്പോസ്റ്റ് ആക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് ഏറ്റവും അടിയിൽ നമ്മൾ ഇനോക്കുലുണ്ട്. ഈ ഇനോക്കുൽ എടുത്തിട്ട് നമ്മൾ അടിയിൽ സെറ്റ് ചെയ്ത് വെച്ചല്ലോ, അതിലേക്ക് നമ്മൾ ഒരു 2 ഇഞ്ച് കനത്തിൽ അത് ഇടുക. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഡ്രൈ ആയി വെച്ചിട്ടുള്ള അടുക്കള വേസ്റ്റ് ഉച്ചക്ക് വന്നിട്ട് നമ്മൾ അതിന് മുകളിലിടുക. അതിനുശേഷം അത് കവർ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു പിടിയോ 2 പിടിയോ അതിന് മുകളിലിടുക. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ആകെ തുക. ഒറ്റ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയം. കാരണം നമ്മളെല്ലാവരും കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ മൂടി വെക്കും. കേരള സാഹചര്യത്തിൽ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, മൂടി വെക്കരുത്. എയർ കിട്ടണം. എയറോബിക് കമ്പോസ്റ്റ് ആണ് കേരളത്തിൽ ഏറ്റവും വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ഒരു മെഷ് എടുത്തുകൊണ്ട് കുറച്ച് ഉറപ്പുള്ള മെഷ് എടുക്കുക. കാരണം എന്താ വെച്ചാൽ ഇതിന് പുഴുക്കൾ എന്തായാലും അടിയിലുണ്ടാവും, പുറത്തേക്കൊന്നും വരില്ല. പക്ഷെ അത് തിന്നാൻ വേണ്ടി എലികൾ വരും. അപ്പോൾ അത് ആകെ പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം എടുത്തിട്ട് ഇതിന് മുകളിൽ കൊണ്ട് വെച്ചാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. വേണമെങ്കിൽ ഈ ഒരു കനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് വെക്കാം. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല രീതിയിലുള്ള എയർ നമുക്ക് ഇതിലൂടെ കൃത്യമായിട്ട് കിട്ടും. എയർ കിട്ടുമ്പോൾ, വെളിച്ചം കിട്ടുമ്പോൾ പുഴുക്കളൊന്നും മുകളിലേക്ക് വരില്ല. നമ്മൾ ഇടുന്ന സാധനങ്ങൾ ഡ്രൈ ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് പ്രയാസമില്ല. ഇതാണ് ഇതിന്റെ ആകെ തുക ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 2 കാര്യമാണ് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ ഇടുക. 2, നമ്മൾ മൂടി വെക്കരുത്. ഇതുപോലെ ചെയ്യാം. ഒരു തരത്തിലുള്ള സ്മെല്ലും ഉണ്ടാവില്ല, പുഴുക്കളുണ്ടാവില്ല. പുഴുക്കളുടെ അടിയിലുണ്ടാവും, പക്ഷെ മുകളിലേക്ക് വന്നിട്ട് നമുക്കൊരു പ്രയാസം ഉണ്ടാക്കില്ല. അതാണ് ഇത് ആകെ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഒരു ഇത് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുത്തിട്ട് പിറ്റേ ദിവസം ഇട്ട് കൊടുത്താൽ മതി. ഒരു മാസം കറക്റ്റ് ഇതിട്ട് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞാൽ, ഒരു മാസം ഫുള്ളായി കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് നമുക്ക് ഇതിപ്പോൾ എൻ്റെ അടുക്കള വേസ്റ്റാ ചായപ്പൊടി പോണായിട്ടുണ്ട്. ഇന്ന് വരെ നിങ്ങൾക്ക് ഇതേപോലെ എവിടെ കിട്ടില്ല. ചായപ്പൊടി പോലെ നമുക്ക് ആയിട്ടുള്ള കമ്പോസ്റ്റ് ആയിട്ട് ഇത് മാറുകയാണ്. ആണോ, വേറെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇതിൽ തന്നെ വേണമെങ്കിൽ ചെടികൾ നടാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാവരും പ്രാവർത്തികമാക്കുക. ഇത് നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിലൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വന്നിട്ട് കറക്റ്റ് പ്രസന്റേഷൻ ചെയ്ത് കാണിച്ചു തരും. ഒരുപാട് ആളുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഏറ്റവും സിമ്പിൾ. നമുക്ക് ഇതൊന്നും പൈസ തൊട്ട് വാങ്ങിക്കണമെന്നില്ല. നമ്മുടെ വീട്ടിൽ പെയിന്റിൽ 20 ലിറ്ററിന്റെ ബക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു ചെറിയ ബക്കറ്റ് അടിയിൽ വെക്കാണെങ്കിൽ ചെറിയ ഹോൾട്ട് ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സാധനം ഈ ഇനോക്കുലമാണ്. ഇത് ഏറ്റവും നല്ല കേരള സർക്കാരിന്റെ ശുചിത്വ മിഷന്റെ അംഗീകാരം, അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ CSIR അംഗീകാരം, ഇത് രണ്ടുള്ള ഇനോക്കുലമാണ് നമ്മളത്. അതുകൊണ്ട് എൻ്റെ SME ക്ലബ്ബിലെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും വീട്ടിൽ സ്വയം ചെയ്യുകയും അതൊരു മാതൃകയായിക്കൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു സംവിധാനത്തിലേക്ക് എല്ലാവരും തിരിച്ചു വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം SME കോഴിക്കോട് ചാപ്റ്റർ നൽകിയുള്ള സന്തോഷം ഹൃദയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.